വെൽക്കം ബാക്ക്. ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് എന്ന എസ് ആണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ എസ് എഴുതിയത് മാക്സ് ബീർബോഹമാണ്. വളരെ സിമ്പിളായ കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്, പക്ഷേ വളരെ കോംപ്ലക്സ് ആയ ലാംഗ്വേജും എക്സാമ്പിൾസ് പറയുന്ന രീതിയും ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ചില വാക്കുകളും ഒക്കെ പാടെ കൂടി ചേരുമ്പോൾ ഒരു ടഫായ ഒരു എസ്സായിട്ട് തോന്നും. സിമ്പിൾ കോൺസെപ്റ്റാണ്, അതായത് വാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നോർമലി ഇപ്പോൾ നമ്മൾ വാക്കിംഗ് ആസ് എൻ എക്സസൈസ് എല്ലാവരും അതിനെ പുകഴ്ത്തും, നന്നായിട്ട് പുകഴ്ത്തും, ഒരാളും എതിർത്ത് പറയാറില്ല. എന്നാൽ വാക്കിംഗ് എന്ന എക്സസൈസ് ഒരു എക്സസൈസ് എന്ന ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ഒരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ അതിന് നോക്കിക്കാണാണ് മാക്സ് ബീർബോഹം ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ എല്ലാവരും എന്താണ് വാക്കിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും, എന്നാൽ ഇദ്ദേഹം അതിനെ എതിർക്കുകയും ഒരുവിധം കഴിയുകയാണെങ്കിൽ ഞാൻ നടക്കാൻ പോവാറില്ല എന്നുമാണ് മാക്സ് ബീർബോഹം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നന്നായിട്ട് സംസാരിക്കുന്ന വളരെ ടോക്കേറ്റീവായ ചാറ്റർ ബോക്സ് ആയ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആ നടത്തം ഒരു വേസ്റ്റാണ്. ഇൻ്റലക്ച്വലി നമ്മളെന്താണ് താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് ആരോഗ്യം ഒക്കെ നന്നാവുമായിരിക്കാം, പക്ഷേ ഇൻ്റലക്ച്വലി വളരെയധികം താഴേക്ക് പോകും. ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ ആകെ എസ്സേയിൽ. പക്ഷേ ഇതിങ്ങനെ എക്സാമ്പിൾസിലൂടെ ഒക്കെ പറയുമ്പോൾ എന്താണ് കുറച്ചിങ്ങനെ കോംപ്ലക്സ് ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ. ഒരു മെയിൻ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ, ഇത്രയാണ് ഇതിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം. വാക്കിംഗ് ലൈക്ക് എനി അതർ എക്സസൈസ് അൺഡൗട്ടഡ്ലി ലീഡ്സ് ടു ഫിസിക്കൽ വെൽനെസ്. ഏറ്റവും മുകളിൽ കൊടുത്ത ഭാഗമാണ് വായിക്കുന്നത്. ഏതൊരു എക്സസൈസിനെയും പോലെ വാക്കിംഗ് എന്താണ് നമുക്ക് ഫിസിക്കൽ വെൽനെസ്, ശാരീരികമായിട്ടുള്ള വെൽനെസ് നമുക്ക് കൊണ്ടുതരും. ദർ മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അഭിപ്രായത്തിൽ എന്താണ് നമുക്ക് അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. The argument that each and every moment has to be filled with activity has gained currency these days. In the essay Going Out for a Walk, Max Beerbohm looks at walking from a different perspective. അപ്പോൾ നമ്മുടെ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് എന്തായിരിക്കണം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം, ഫുൾ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എസ്സേയിൽ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന എസ്സേയിൽ മാക്സ് ബീർബോഹം വാക്കിങ്ങിനെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നും നോക്കിക്കാണുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ് ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്. ഇതൊരു സത്യമാണ്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ നടക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. മറ്റാരെങ്കിലും വിളിച്ചുകൊണ്ട് പോയെങ്കിലേ ഉള്ളൂ, അതില്ലാതെ ഞാനായിട്ട് താല്പര്യപ്പെട്ട് നടക്കാൻ പോയിട്ടില്ല എന്നാണ് മാക്സ് ബീർബോഹം പറയുന്നത്. ഐ ഹവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ വാക്സ്. എന്നാൽ ഞാൻ നടക്കാൻ പോയിട്ടില്ലെങ്കിലും എന്നെ മറ്റുള്ളവർ കൊണ്ടുപോയിട്ടുണ്ട് നടക്കാൻ. ബട്ട് ദാറ്റ് ഈസ് അനദർ മാറ്റർ, അത് മറ്റൊരു കാര്യം. ഈവൻ വൈൽ ഐ ട്രോറ്റഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടക്കുക, മൂവ്ഡ് എന്ന് പറയാം, മൂവ്ഡ് ഫാസ്റ്റ്. ട്രോറ്റഡ് എന്ന് പറഞ്ഞാൽ, പ്രാക്റ്റിലിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ട്, ബാബ്ലിംഗ്, ഒരുപാട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അതാണ് പ്രാക്റ്റിലിംഗ്. ബൈ മൈ നേഴ്സസ് സൈഡ്, ഇവിടെ നേഴ്സ് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കൂല, അവരാണ് ഉദ്ദേശിച്ചത്. ബൈ മൈ നേഴ്സസ് സൈഡ് ഐ റിഗ്രറ്റഡ്, ഞാൻ എന്ത് ചെയ്യുന്നു, റിഗ്രറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു. ദ ഗുഡ് ഓൾഡ് ഡേയ്സ് വെൻ ഐ ഹാഡ് ആൻഡ് വാസ് ഇൻ എ പെരാംബുലേറ്റർ. പെരാംബുലേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തി ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകില്ലേ, പ്രാം എന്ന് ഷോർട്ട് പേരിൽ പറയുന്ന ബേബി ക്യാരേജ്, അതാണ് പെരാംബുലേറ്റർ. പ്രാം എന്ന് ഷോർട്ടാക്കി പറയും. അപ്പോൾ എനിക്ക് ഒരു പെരാംബുലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പെരാംബുലേറ്റർ ഉണ്ടാകുമ്പോൾ അതിൽ കയറി ഇരുന്ന് പോയാൽ മതി അല്ലേ. അപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഞാനൊരു പെരാംബുലേറ്ററിനെ പോലെയാണ്. കാരണം ചില ആൾക്കാർക്ക് നടക്കാൻ പോകണമെങ്കിൽ ഞാൻ കൂടെ അവരെ കൂടെ പോകണം. അതാണ് ഐ ഹാഡ് ആൻഡ് വാസ് ഇൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പെരാംബുലേറ്റർ ആയിരുന്നില്ല അന്ന്, എന്നാൽ ഇന്ന് ഞാനൊരു പെരാംബുലേറ്ററാണ്. പക്ഷേ എനിക്കൊരു പെരാംബുലേറ്റർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ അതിലിരുത്തിയിട്ട് കൊണ്ടുപോകുമായിരുന്നു ഒരാൾ, അതായത് നേഴ്സൊക്കെ ആയിരിക്കും, കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോലും എന്താണ്, ഞാൻ നടത്തത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നടത്തം എനിക്ക് തീരെ താല്പര്യമില്ല. വെൻ ഐ ഗ്രൂ അപ്പ് ഇറ്റ് സീംഡ് ടു മീ ദാറ്റ് ദ വൺ അഡ്വാൻറ്റേജ് ഓഫ് ലിവിങ് ഇൻ ലണ്ടൻ വാസ് ദാറ്റ് നോബഡി എവർ വാണ്ടഡ് മീ ടു കം ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ ഒരു പക്ഷേ ഇയാൾ ചെറുപ്പം കാലം ചിലവഴിച്ചത് കൺട്രി സൈഡിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ചെറുപ്പം കാലം കേട്ടോ. ആ സമയത്ത് എന്താണ്, കൺട്രി സൈഡ് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുമല്ലോ. എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് വന്ന് ഇങ്ങനെ നടക്കാൻ വിളിച്ചുകൊണ്ടും. എന്നാൽ ഇവിടെ ലണ്ടനിൽ താമസിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് നടക്കാൻ വിളിക്കാറില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. എന്തുകൊണ്ടാണ് ലണ്ടനിൽ ആരും എന്നെ നടക്കാൻ വിളിക്കാത്തത്? ലണ്ടൻസ് വെരി ഡ്രോബാക്സ്, അതിൻ്റെ കുറവുകളാണ് കാരണം. ഇറ്റ്സ് എൻഡ്ലെസ് നോയ്സ് ആൻഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബിസി ലൈഫ്, ആ ബിസി ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഭയങ്കര നോയ്സിയാണ് ലണ്ടൻ, അത് ഭയങ്കര ബിസിയാണ്.
ഇറ്റ്സ് സ്മോക്കി എയർ, ഭയങ്കര തിക്കായ എയർ, ഇതിൻ്റെ എയറിൽ എന്താണ് ഈ പുക, സ്മോക്കി എയറാണ്. അതായത് പിന്നെ വാഹനങ്ങളുടെ പുക കൊണ്ട് ശ്വാസം മുട്ടും എന്നോട് നടക്കുമ്പോൾ. ദ സ്കോളർ എന്ന് പറഞ്ഞാൽ ഡേർട്ട്, അഴുക്ക് എന്നാണ് കേട്ടോ. അതിൻ്റെ ഉച്ചാരണം സ്കോളർ എന്നാണ്. സ്കോളർ ആംബുഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള ഇതിൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം. ലണ്ടനിലെ അഴുക്ക്, എവരിവെയർ ഇൻ ഇറ്റ്. അപ്പോൾ ലണ്ടനിലെ പല ഏരിയകളിലും എന്താണ് അഴുക്ക് പിടിച്ചതാണ്, സ്മോക്കി എയറാണ്, ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് നടക്കാൻ അത്ര അനുയോജ്യമല്ല. അതുകൊണ്ട് ലണ്ടനിൽ താമസിക്കുമ്പോൾ ഭാഗ്യത്തിന് ആരും നടക്കാൻ വിളിക്കാറില്ല. അഷ്വർഡ് ദാറ്റ് ദിസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് കുറച്ചൊരു തമാശ രീതിയിലാണ് എസ്സേയിൽ പലതും പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം എന്താണ് ശരിക്കും ഇപ്പോൾ രോഗം വരുന്നതിനുള്ള നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണല്ലോ ഇമ്മ്യൂണിറ്റി നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വ്യക്തി പുറത്തുനിന്ന് വന്നിട്ട് തന്നെ പുറത്തേക്ക് വിളിച്ച് കൊണ്ടുപോവില്ല. അപ്പോൾ അതിനൊരു ഇമ്മ്യൂണിറ്റി വേണമല്ലോ. അതായത് ഒരു വ്യക്തിനെ വിളിക്കാൻ നടക്കാൻ, അത് കൺട്രി സൈഡിലാകുമ്പോൾ അങ്ങനെ വിളിച്ചു കൊണ്ടുപോകും നടക്കാൻ. പക്ഷേ ഇവിടെ ലണ്ടനിലായതുകൊണ്ട് എനിക്കൊരു ഇമ്മ്യൂണിറ്റി കൈവന്നു എന്ന് വെച്ചാൽ എന്താണ്, ലണ്ടൻ മഹാമോശമാണ് നഗരം, അതുകൊണ്ട് എന്താണ് നടക്കാൻ അത്ര നല്ലതല്ല, അതുകൊണ്ട് എനിക്കൊരു ഇമ്മ്യൂണിറ്റി കൈവന്നു എന്നാണ് പറഞ്ഞത്. Whenever I was with friends in the country, I knew that at any moment, unless rain were actually falling, some man might suddenly say, "Come out for a walk," in that sharp, imperative tone. Which he would never dream of using it. ഇനി ലണ്ടൻ പോലെ ആയിരുന്നില്ല. കൺട്രി സൈഡിൽ താമസിക്കുന്ന സമയത്ത് എനിക്കറിയാം മഴയില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് എന്നെ നടക്കാൻ വേണ്ടി വിളിക്കും. എങ്ങനെ വിളിക്കുക? ഇമ്പറേറ്റീവ് ടോണില്ല, ഒരു അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ കമാൻഡിങ് ടോണിലാണ്. വാ നടക്കാം, അങ്ങനെയാണ്, നമുക്ക് നടക്കാൻ പോയാലോ എന്ന് വളരെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല, മറിച്ച് ഒരു കമാൻഡിങ് ടോണിലാണ് പറയാറുള്ളത്. അതൊരു പക്ഷേ ആ വ്യക്തി അത്ര കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ ഉപയോഗിക്കാനൊക്കെ. പക്ഷേ എന്താണ് ആ രീതിയിലാണ് എന്നോട് പറയാറുള്ളത്, പുറത്തിറങ്ങി നടക്കാൻ പോകല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പീപ്പിൾ സീം ടു തിങ്ക് ദർ ഈസ് സംതിങ് ഇൻഹെറൻ്റ്ലി നോബിൾ ആൻഡ് വെർച്വസ് ഇൻ ദ ഡിസയർ ടു ഗോ ഫോർ എ വാക്ക്. ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, ഇൻഹെറൻ്റ്ലി അന്തർലീനമായി കൊണ്ട് നടത്തത്തിൽ ഒരു നോബിലിറ്റി ഉണ്ട്, വെർച്യു ഉണ്ട്, നന്മയുണ്ട്, നൊബിലിറ്റി ഉണ്ട്, മഹാത്മ്യമൊക്കെ ഉണ്ട്, നല്ലതാണ് നടത്തത്, അതെന്തോ വലിയ സംഭവമെന്ന് ആൾക്കാർ കരുതുന്നു. Anyone thus desirous feels that he has a right to impose his will on whomever he sees comfortably settled in an armchair reading. അപ്പോൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്, ഡിസയറസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ള ആൾ, നടക്കാൻ ആഗ്രഹമുള്ള ആളെന്താണ് ഫീൽ ചെയ്യുന്നത്, അയാൾക്ക് അവകാശമുണ്ട് ടു ഇമ്പോസ്, അടിച്ചേൽപ്പിക്കാൻ, ഹിസ് വിൽ, അയാളുടെ ആഗ്രഹം, ഓൺ ഹൂമെവർ ഹി സീസ് കംഫർട്ടബിളി സെറ്റിൽഡ് ഇൻ എൻ ആം ചെയർ, ഒരു ആം ചെയറിൽ വളരെ കംഫർട്ടബിളായിട്ട് വീട്ടിലിരിക്കുന്ന ഒരാൾ, അയാൾക്ക് നടക്കാൻ ആഗ്രഹമില്ല, ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിൻ്റെ കൂടി ഇയാൾ വലിച്ചുകൊണ്ടുപോകുന്നു നടക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാക്സ് ബീർബോഹം അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ഒഴിവ് സമയം ഉണ്ടെങ്കിൽ എന്താണ് വീട്ടിലിങ്ങനെ ഇരിക്കുക, വല്ലതും വായിച്ചിരിക്കുക, കംഫർട്ടബിളായിട്ട് ആം ചെയറിലിരിക്കുക, അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോകാൻ അവർക്ക് അവകാശമുണ്ട്, നടക്കാൻ ആഗ്രഹമുള്ളവർക്കെന്ന് അവർ കരുതുന്നു. ഇറ്റ്സ് ഈസി ടു സേ സിംപ്ലി നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട്. ഒരു പഴയ സുഹൃത്താണ് നിങ്ങളുടെ എങ്കിൽ ഈ നടക്കാൻ വിളിക്കുന്നതെങ്കിൽ അവരോട് നിങ്ങൾക്ക് നോ, ഞാനില്ല എന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് എ മിയർ അക്വിൻറ്റൻസ്, ഒരു പുതിയ പരിചയക്കാരനാണെങ്കിലോ, വൺ വാണ്ട് സം എക്സ്ക്യൂസ് പറയണം, കൃത്യമായിട്ട് പറയണം, എന്തുകൊണ്ട് ഞാൻ നടക്കാൻ വരുന്നില്ലെന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയാം. ഐ വിഷ് ഐ കുഡ് ബട്ട്, എനിക്ക് നിൻ്റെ കൂടെ നടക്കാൻ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്നൊക്കെ പറഞ്ഞ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണം. നത്തിങ് എവർ ഒക്കേഴ്സ് ടു മീ എക്സെപ്റ്റ് ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ്. അപ്പോൾ ഇങ്ങനെ പഴയ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. പക്ഷേ ഇനി പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ, പുതിയതായിട്ട് സൗഹൃദം സ്ഥാപിച്ചവരാണെങ്കിൽ, അക്വിൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കാരൊക്കെ എന്നാണ് കേട്ടോ അർത്ഥം. പരിചയക്കാർ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കെങ്ങനെ പറയാം, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കഴിയില്ല. പക്ഷേ സംഭവം എന്താണ്, ഞാൻ പറയുന്ന കാര്യം എന്താ, നത്തിങ് എവർ ഒക്കേഴ്സ് ടു മീ എക്സെപ്റ്റ് ഒക്കേഴ്സ് ഹാപ്പൻസ്. അതായത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരും എന്താ, ഐ ഹാവ് സം ലെറ്റേഴ്സ് റൈറ്റ്, കുറച്ച് കത്തുകൾ എഴുതാണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാണ് ഞാൻ ആദ്യമേ പറയല്. ദിസ് ഫോർമുല ഈസ് അൺസാറ്റിസ്ഫാക്ടറി ഇൻ 3 ways. ഈ കത്തുകൾ എഴുതാണ്ട് അതുകൊണ്ട് ഞാൻ നടക്കാൻ വരുന്നില്ല എന്നുള്ള ഈ ഒരു കാര്യം, ഈ ഒരു ഫോർമുല
അത് തൃപ്തികരമല്ല, അൺസാറ്റിസ്ഫാക്ടറി ആണ് 3 കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കാം, ഇറ്റ് ഈസിൻറ്റ് ബിലീവ്ഡ്, അത് വിശ്വസിക്കപ്പെടുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാം അതിപ്പോൾ എന്നെ ഒഴിവാക്കുകയാണ്, നടക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് വരാത്തതെന്ന് കരുതും. 2, ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ, go to the writing table and sit improvising a letter to somebody until the walker-monger, just not daring to call you liar and hypocrite, shall have lumbered out of the room. രണ്ടാമത്തെ കാരണം എന്താ പറഞ്ഞെന്നറിയോ? ഒന്നാമത്തെ വിശ്വസിക്കപ്പെടുന്നില്ല, കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ നുണയാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നാൽ പോരാ, കാരണം കത്തെഴുതാനുള്ള ഒരു സൂചന, നിങ്ങൾ കത്തെഴുതാൻ പോവുകയാണെന്നുള്ളത് കാണിക്കണം. അപ്പോൾ ഈ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുന്നേൽക്കണം ചെയറിൽ നിന്ന്, എന്നിട്ട് റൈറ്റിംഗ് ടേബിളിലേക്ക് പോകണം. എന്നിട്ടോ സിറ്റ് ഇംപ്രൂവൈസ്. അപ്പോൾ ഇംപ്രൂവൈസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആൻഡ് പെർഫോം വിത്തൗട്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, അതാണ് ഇംപ്രൂവൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ലെറ്റർ വെറുതെ ഇങ്ങനെ എഴുതുന്ന പോലെ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യണം. എ ലെറ്റർ ടു സംബഡി, അപ്പോൾ ഒരാൾക്ക് കത്തെഴുതുന്ന പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി അല്ലേ, ഇങ്ങനെ കത്തെഴുതുന്ന പോലെ തോന്നണം, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ അങ്ങനെ അവർക്ക് തോന്നണം. ഇനിയോ ടു സംബഡി അൻറ്റിൽ ദ വാക്ക് മോങ്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അപ്പോൾ വാക്ക് മോങ്കർ എന്ത് ചെയ്യും? ജസ്റ്റ് നോട്ട് ഡെയറിങ് ടു കോൾ യു ലയർ ഓ ഹിപ്പോക്രൈറ്റ്. ലയർ കള്ളൻ, ഇത് കളവ് പറയുന്നവൻ, ഓക്കെ, നുണയൻ. ഹിപ്പോക്രൈറ്റ് എന്ന് പറയുമ്പം എന്താണ് നമ്മൾ പറയല്, ഹിപ്പോക്രൈറ്റിൻ്റെ മലയാളം അർത്ഥം കാപ്പട്യമുള്ളവൻ, കപടത ഉള്ളവൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാപ്പട്യക്കാരൻ എന്നോ നുണയൻ എന്ന് വിളിക്കാനുള്ള ധൈര്യമില്ലാത്ത കൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഷാൽ ഹാവ് ലംബേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക, മൂവ്ഡ് ക്ലംസിലി. അപ്പോൾ ഷാൽ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദി റൂം, ആ റൂമിൽ നിന്ന് വലിയ താല്പര്യമില്ലാതെ, അതാണ് ലംബേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്തൊരു നടത്തണ്ടല്ലോ, ആ താല്പര്യമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ അടുത്തുനിന്ന് പോകും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വിളിക്കാൻ വരുന്ന ആളെന്ത് ചെയ്യും? ഇങ്ങനെ പറയുമ്പം അങ്ങനെ താല്പര്യമില്ലാതെ പോകും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ 1, 2 അങ്ങനെ 3 അങ്ങനെ പോയിൻറ്റ്സ് ഇട്ടത് കണ്ടോ? 3 കാരണങ്ങൾ കൊണ്ട് ഈ ഞാൻ കത്തെഴുതാനുള്ളത് കൊണ്ട് നിങ്ങളെ കൂടെ വരുന്നില്ല എന്നുള്ളത് വിശ്വാസയോഗ്യമല്ല, സാറ്റിസ്ഫാക്ടറി അല്ല എന്നാണ് പറഞ്ഞത്. അതിലൊന്നിൻ്റെ കാരണം അവർ വിശ്വസിക്കില്ല. 2 എന്താ, പിന്നെ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ കത്തെഴുതുന്ന പോലെ അഭിനയിക്കണം. ഇനി 3-ാമത്തത്, ഇറ്റ് വോണ്ട് ഓപ്പറേറ്റ് ഓൺ സൺഡേ മോർണിംഗ്സ്. ഇനി ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണ് അവർ നടക്കാൻ വിളിക്കുന്നത് എങ്കിൽ ഇത് അന്ന് പറയാൻ പറ്റില്ല കത്തെഴുതണം എന്നുള്ളത്. എന്താ കാരണം? ദർ ഇസ് നോ പോസ്റ്റ് ഔട്ട് ടിൽ ദിസ് ഈവനിങ്, ക്ലിഞ്ചസ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ സെറ്റിൽസ് ദ മാറ്റർ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ പോസ്റ്റ് ഔട്ടിൽ കത്തെടുക്കുന്നില്ല, അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നടത്തം കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി എന്ന് ഒരു ഞായറാഴ്ച രാവിലെ അവിടുന്ന് കത്തുകൾ എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞായറാഴ്ച പതുക്കെ കത്തെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെ നടക്കാൻ വിളിക്കുന്ന വ്യക്തിയോട് നുണ പറയാൻ പറ്റുകയില്ല. ആൻഡ് യു മേ ആസ് വെൽ ഗോ ക്വയറ്റ്ലി, താല്പര്യമില്ലെങ്കിലും അയാളുടെ കൂടെ അങ്ങനെ നടന്നു പോവേണ്ടി വരും. വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് മേ ബി ആസ് ഹൈലി ലോഡബിൾ ആൻഡ് എക്സംപ്ലറി എ തിങ് ആസ് ഇറ്റ് ഈസ് ഹെൽഡ് ടു ബി ബൈ ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ്. ഇനി നടക്കാനായിട്ട് നടക്കുക, വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് മേ ബി ഹൈലി ലോഡബിൾ, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ആൻഡ് എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ മാതൃകാപരമാണ്, അങ്ങനത്തെ ഒരു കാര്യമാണ്. ആസ് ഇറ്റ് ഈസ് ഹെൽഡ് ടു ബി ബൈ ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ അത് നടക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മൈ ഒബ്ജെക്ഷൻ ടു ഇറ്റ്, ഞാനതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് എ ബ്രെയിൻ. നടത്തം കൊണ്ട് എക്സസൈസ് ഓക്കെ സമ്മതിച്ചു, ഒക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ അത് നിങ്ങളുടെ ബ്രെയിനെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് നെറേറ്റർ പറയുന്നത്. മെനി എ മാൻ എന്ന് വെച്ചാൽ ഒരുപാട് പേര്, മെനി മെൻ അർത്ഥം കേട്ടോ, മെനി എ മാൻ ഹാസ് പ്രൊഫസ്ഡ് ടു മീ. പ്രൊഫസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലെയിംഡ്, അവകാശപ്പെട്ടിട്ടുണ്ട്, ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്ക് സോ വെൽ ആസ് വെൻ ഹീ ഈസ് സ്വിങ്ങിങ് അലോങ് ദ ഹൈ റോഡ് ഓർ ഓവർ ഹിൽ ആൻഡ് ഡെയിൽ. ഇവിടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന നടക്കുന്ന ആൾക്കാർ പറഞ്ഞ കാര്യം കേട്ടോ, അത് ഓദറിൻ്റെ അഭിപ്രായമല്ല, മനസ്സിലാക്കണേ. മെനി എ മാൻ, അതായത് ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, മെനി എ മാൻ ഹാസ് പ്രൊഫസ്ഡ്, അവർ അവകാശപ്പെട്ടു എന്നോട്, എന്താണത്? ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്ക് സോ വെൽ ആസ് വെൻ ഹീ സ്വിങ്ങിങ് അലോങ്. ഇവിടെ സ്വിങ്ങിങ് അലോങ് എന്ന് ഉദ്ദേശിച്ചത് നടത്തം തന്നെയാണ്, മൂവിങ് അലോങ്. ഓക്കെ, ദ ഹൈ റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ്, ഓർ ഓവർ ഹില്ലിൻ്റെ അതിലൂടെ,
വല്ല കുന്നിലൂടെ ആൻഡ് ഡെയിൽ എന്ന് പറഞ്ഞാൽ വാലി, താഴ്വരയിലൂടെയും ഹില്ലിലൂടെയും മെയിൻ റോഡിലൊക്കെ നടക്കുമ്പോൾ അവരുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് വാക്ക് മോങ്കേഴ്സ് പറയുന്നത്. ഓദറിൻ്റെ അഭിപ്രായം കേട്ടോ, ഓദർ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാക്ക് മോങ്കേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത്, അവരുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ അതിനെ ഓദർ എതിർക്കുന്നു. ദിസ് ബോസ്റ്റ് കണ്ടോ, അതിനെ ബോസ്റ്റ് എന്ന് വിളിക്കുന്നത്, പൊങ്ങച്ചെന്നാണ് ഓദർ വിളിക്കുന്നത്. ദിസ് ബോസ്റ്റ് ഈസ് നോട്ട് കൺഫേംഡ് ബൈ my memory of anybody who on a Sunday morning has forced me to partake of his adventure. അതായത് ഇപ്പോൾ അവരുടെ അവകാശം എന്താണ്, നടക്കുമ്പോൾ നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണല്ലോ നടക്കുന്ന ആൾക്കാരുടെ അവകാശം. എന്നാൽ എനിക്കത് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി ഞായറാഴ്ച ദിവസം നടത്തിക്കൊണ്ടു പോകുന്ന അവരുടെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇത്ര അധികം ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അവരുടെ ബ്രെയിൻ അത്ര വർക്ക് ചെയ്യുന്നില്ല എന്ന് അവരുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം എന്താണ്, ഓദറിൻ്റെ അനുഭവമാണ്. അവരുടെ കൂടെ നടക്കുന്ന സമയത്ത് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് അവരുടെ കൺസേൺ, അവരുടെ സംസാരം ഒക്കെ. അല്ലാതെ നമുക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ടോക്കോ കോൺവെർസേഷനോ അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആണ് ഓദർ പറയുന്നത് എന്താണ്, നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിന് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന്. ദിസ് ബോസ്റ്റ് ഈസ് നോട്ട് കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല, എനിക്കത് വ്യക്തമാകുന്നില്ല. ബൈ മൈ മെമ്മറി ഓഫ് എനിബഡി ഹൂ ഓൺ എ സൺഡേ മോർണിംഗ് ഹാസ് ഫോഴ്സ്ഡ് മീ ടു പാർട്ടേക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് പാർട്ട്, ഭാഗമാവുക ഓഫ് ഹിസ് അഡ്വഞ്ചർ. ഇവിടെ അഡ്വഞ്ചർ ഉദ്ദേശിച്ചത് വാക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളെ ഞാൻ ചില സമയങ്ങളിൽ ഓദർ നിർബന്ധിതാവസ്ഥയിൽ നടക്കാൻ പോകും, അപ്പോൾ അവരുടെ ബ്രെയിനൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഓദർ നേരിട്ടറിയാം. അതാണ് അദ്ദേഹം പറഞ്ഞത്. Experience teaches me that whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on a hearthrug quickly leaves him when he takes one out for a walk. അതായത് ഒരു വ്യക്തി വീട്ടിനകത്ത് വെറുതെ ഇരിക്കുമ്പോൾ, ഒരു ഒഴിഞ്ഞ സമയം ഇരിക്കുമ്പം അയാൾക്ക് ക്രിയാത്മകമായ ഒരുപാട് ചിന്തകൾ വരും, അയാളുടെ കലാവാസന ഉണ്ടാകും, അയാൾക്ക് ഇൻ്റലക്ച്വൽ തിങ്കിങ് ഉണ്ടാവും വീട്ടിനുള്ളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്. എന്നാൽ നടക്കുന്നതോട് കൂടി അതെല്ലാം അവസാനിക്കുന്നു എന്നാണ് മാക്സ് ബീർബോഹം പറയുന്നത്. എക്സ്പീരിയൻസ് ടീച്ചസ് മീ ദാറ്റ് വാട്ട് എവർ എ ഫെലോ ഗസ്റ്റ് മേ ഹാവ് ഓഫ് ദ പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ് വെൻ ഹീ സിറ്റിംഗ് ഓൺ എ ചെയർ. ഇവിടെ വീട്ടിനുള്ളിൽ ഇരിക്കുക, ആ സമയത്ത് അയാൾക്കുള്ള ഒരു ഇൻസ്ട്രക്ട് ചെയ്യാനും അമ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹാർത്രഗ് എന്ന് പറയുമ്പം ഈ തീ കായുമല്ലോ, അടുപ്പ്, ഈ തണുത്ത രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫയർ പ്ലേസ്, അതിവിടെ ഇടുന്ന ആ ഒരു നിലത്ത് വിരിക്കുന്ന ആ ഒരു മാറ്റാണ് ഹാർത്രഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചൂട് കായാം. അപ്പോൾ അവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ആ കഴിവൊക്കെ ഇല്ലാതാവുന്നു. ക്വിക്ക്ലി ലീവ്സ് ഹിം വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ അങ്ങനെ നടക്കാൻ പോകുമ്പോൾ അയാളുടെ ഈ കഴിവുകൾ, അതായത് അമ്യൂസ് ചെയ്യാനും ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതാവുന്നു. The ideas that came so thick and fast to him in any room, where are they now? വീട്ടിലായിരിക്കുമ്പം അയാളുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയാസ് നടക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ തിക്ക് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ആൻഡ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്, ഫാസ്റ്റായിട്ട് ഒരുപാടെണ്ണം. അപ്പോൾ മനസ്സിലേക്ക് ഒരുപാട് ഐഡിയാസൊക്കെ വരും വീട്ടിലായിരിക്കുന്ന സമയത്ത്. എന്നാൽ നടക്കുന്നതോട് കൂടി അതൊക്കെ എവിടെയാണ് പോകുന്നത്? കാണുന്നില്ല. വേർ ഈസ് ദ എൻസൈക്ലോപീഡിക് നോളജ് വിച്ച് ഹി ബോർ സോ ലൈറ്റ്ലി? അയാൾക്കുള്ള ഭയങ്കര വിജ്ഞാനം, എൻസൈക്ലോപീഡിക് നോളജൊക്കെ ഇപ്പോൾ ഇവിടെ അത് ഫുൾ ടൈം ഇയാളെന്താ അത് വഹിച്ച് നടക്കുകയാണ്. നല്ല വിജ്ഞാനമാണ്, പക്ഷെ അത് വളരെ ലൈറ്റായിട്ട് മനസ്സിലെന്താണ്, അയാളെ ബ്രെയിനിലെന്താണ് ഈ വിജ്ഞാനമൊക്കെ ഉണ്ടാവും, പക്ഷെ നടക്കുന്ന സമയത്ത് അതൊന്നും കാണാറില്ല. വേർ ദ കിൻഡലിങ് ഫാൻസി, ഭാവനയാണ് ഫാൻസി അല്ലേ, കിൻഡിൽ ചെയ്യുന്ന ജ്വലിക്കുന്നതൊക്കെ എന്താണ് ഫാൻസി എവിടെയാണ് പോയത്? ദാറ്റ് പ്ലേഡ് ലൈക്ക് സമ്മർ ലൈറ്റ്നിങ് ഓവർ എനി ടോപ്പിക്. സമ്മർ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മിന്നൽ. ഓവർ എനി ടോപ്പിക് ദാറ്റ് വാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഏത് വിഷയം ഇട്ട് കഴിഞ്ഞാലും വളരെയധികം സംസാരിക്കുന്ന എൻസൈക്ലോപീഡിക് നോളജൊക്കെ ഉള്ള ആളുണ്ടല്ലോ, അത്രയും അറിവുള്ള ആൾ, അതിങ്ങനെ വളരെ പെട്ടെന്ന് അയാൾ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും, ഒരു വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മിന്നൽ പോലെ. പക്ഷേ ആ അറിവൊന്നും നടക്കുന്ന സമയത്ത് കാണുന്നില്ല. ദ മാൻസ് ഫേസ് ദാറ്റ് വാസ് സോ മൊബൈൽ ഈസ് സെറ്റ് നൗ. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവബിൾ, ഭയങ്കര ആക്റ്റീവായ അയാളുടെ മുഖം, പ്രസന്നമായ മുഖം, സെറ്റ് നൗ ഇപ്പോൾ എന്താണ് അനക്കമില്ല. ഗോൺ ഈസ് ദ ലൈറ്റ് ഫ്രം ഹിസ് ഫൈൻ ഐസ്, കണ്ണുകളിൽ നിന്നും തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹി സേസ് ദാറ്റ്, എന്നിട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ നടക്കാൻ ആഗ്രഹിക്കുന്ന
വ്യക്തി ഉണ്ടല്ലോ മറ്റേ കൊണ്ടുപോവാണ്. ഇപ്പോൾ നരേറ്റർ വിളിച്ചു കൊണ്ടുപോയി എന്ന് കരുതിക്കോ, വാക്ക് മോങ്കർ. അപ്പോൾ അയാൾ ഇങ്ങനെ വെറുതെ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ഈ രണ്ടുപേരും ഒരു ഉദാഹരണം എടുക്കാം. ഈ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ നരേറ്ററെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് ലഞ്ച് കഴിക്കാൻ മൂന്നാമതൊരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അയാളെ പേര് പറയുന്നില്ല, മിസ്റ്റർ എ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അയാളെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. ഒരു ആവശ്യമില്ലാത്ത ഡിസ്കഷനാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹി സേസ് ദാറ്റ് എ അവർ ഹോസ്റ്റ് ഈസ് എ thoroughly ഗുഡ് ഫെല്ലോ. അപ്പോൾ ആദ്യം പറയും നമ്മുടെ ഹോസ്റ്റ്, നമ്മുടെ ആതിഥേയൻ എന്താണ്, ഒരു നല്ല മനുഷ്യനാണ്. ഇനി 50 yards ഫെർദർ ഓൺ, 50 yards മുന്നോട്ട് കഴിഞ്ഞാൽ ശരിക്കും അക്യുറേറ്റ്ലി പറയുകയാണെങ്കിൽ 50 yards എന്ന് പറഞ്ഞാൽ 45.72 മീറ്ററാണ്. അതങ്ങനെ അറിഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, വെറുതെ പറഞ്ഞെന്ന് മാത്രം. 50 yards കണക്കാട്ടോ, 45 മീറ്ററും 45.72 മീറ്ററാണ്. അപ്പോൾ 50 yards മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം പറയാൻ എന്താണ്, ഈ നടക്കുന്ന വ്യക്തി, നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഓതറോട് പറയും, നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, അയാളുടെ വീട്, അതായത് ഹോസ്റ്റ്, ആതിഥേയൻ, അയാൾ നല്ല മനുഷ്യൻ പറയും. അപ്പോൾ 50 yards കഴിഞ്ഞാൽ പിന്നെയോ ഹി ആഡ്സ് ദാറ്റ് എ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെലോസ് ഹി ഹാസ് എവർ മെറ്റ്. അപ്പോൾ ഈ നടക്കുന്ന ആൾ പറയും, നമ്മുടെ ആതിഥേയൻ ഉണ്ടല്ലോ മിസ്റ്റർ എ, ഒരു പേര് പറഞ്ഞിട്ടില്ല, മിസ്റ്റർ എ, ജസ്റ്റ് എനിബഡി ആവാം അല്ലോ, അയാൾ ഞാൻ കണ്ടത് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, നല്ല മനുഷ്യനാണ് എന്ന് പറയും. വി ട്രാമ്പ് അനദർ ഫെർലോങ്, ട്രാമ്പ് എന്ന് പറഞ്ഞാൽ നടക്കുക, അതന്നെ. അനദർ ഫെർലോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 201 മീറ്റർ. അപ്പോൾ അക്യുറേറ്റ്ലി ഞാൻ പറഞ്ഞത് മാത്രം, അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ നടക്കും, മുന്നോട്ട് പോകും. ഓൾസോ ആ സമയത്തോ ആൻഡ് ഹി സേസ് ദാറ്റ് മിസ്സിസ് എ ഈസ് എ ചാമിങ് വുമൺ. കണ്ടോ, അപ്പോൾ ആദ്യം ഹോസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 1-2 സെൻറ്റൻസ് അയാളെ കുറിച്ച് പറഞ്ഞിട്ട് കുറച്ചുകൂടെ നടന്നപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, അയാളുടെ ഭാര്യ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒരു അനാവശ്യമായ സംസാരം, ഒരു കാര്യമില്ലാത്ത സംസാരം, ചാമിങ് വുമൻ ആണ്. പ്രസൻ്റ്ലി ഹി ആഡ്സ് ദാറ്റ് ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാമിങ് വിമൻ ഹി ഹാസ് എവർ നോൺ. എന്നിട്ട് ഈ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പറയും, അയാളുടെ ഭാര്യ ഉണ്ടല്ലോ, ഞാൻ കണ്ടത് വെച്ച ബ്യൂട്ടിഫുള്ളായ സ്ത്രീകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്ന് പറയും. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ ആണ് എന്ന് പറയും. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ ആണെന്ന് പറയും. വി പാസ് ആൻ ഇൻ. അങ്ങനെ നടന്നെന്താണ്, ഞങ്ങളൊരു ഇന്നിലെത്തും. ഇന്നെന്ന് പറയുമ്പം സത്രം, അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും, ബാറും ഉണ്ടാവും കേട്ടോ. ഹീ റീഡ്സ് റാപ്പിഡ്ലി അലൗഡ് ടു മീ. എന്നിട്ട് അവിടെയുള്ള ബോർഡുകൾ ഇങ്ങനെ വായിക്കും. അത് വായിച്ചത് കൊണ്ടൊരു കാര്യമില്ല, എന്നാലും വെറുതെ ഇങ്ങനെ ഉറക്കെ വായിക്കും. എന്തൊക്കെയാണ് ആ സത്രത്തിൻ്റെ, ആ ഇന്നിൻ്റെ പേര്, സത്രം എന്ന് പറഞ്ഞ കളർ അവിടെ ബാർ കൂടെ ഉണ്ട്, അപ്പോൾ ഒരു ഇൻ തന്നെ പറയാം. അതിൻ്റെ പേരിന് വായിക്കും, ദ കിങ്സ് ആംസ്, അതിൻ്റെ പേര്. ലൈസൻസ്ഡ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ്. എയിൽ എന്ന് പറയുമ്പം എന്താണ്, ബിയർ, എനി കൈൻഡ് ഓഫ് ബിയർ ആണ്. സ്പിരിറ്റ് നിങ്ങൾക്ക് അറിയാലോ, ആൽക്കഹോൾ. അപ്പോൾ ഇതൊക്കെ വിൽക്കുന്ന സ്ഥലം എന്നിങ്ങനെ വെറുതെ ബോർഡ് വായിക്കും. ഐ ഫോർ സി. അപ്പോൾ നെറേറ്റർ പറയാം, ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വാക്ക് ഹി വിൽ റീഡ് അലൗഡ് എനി ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഇനിയിപ്പോൾ ഒരു ബോർഡല്ലേ കണ്ടത്, ഇനി മുന്നോട്ട് അങ്ങനെ പോകുമ്പോൾ എന്താണ്, കാണുന്ന ഓരോ ബോർഡും ഓരോ ഇൻസ്ക്രിപ്ഷനും എന്തെല്ലാം എഴുതി കാണുന്നോ അതൊക്കെ വെറുതെ എങ്ങനെ വായിക്കും. വി പാസ് എ മൈൽ സ്റ്റോൺ. ഞങ്ങൾ എന്താണ്, ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ല് പിന്നിട്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ സ്ഥലം, നമ്മൾ സ്ഥലം ഇത്ര കിലോമീറ്റർ അകലെ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി അങ്ങോട്ടൊരു മൈൽ സ്റ്റോൺ കാണുകയാണ്. അപ്പോൾ അവിടെ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇനി അങ്ങോട്ട്, അങ്ങനെ കാണുന്ന മൈൽ സ്റ്റോൺ കാണാം. ഹി പോയിൻറ്റ്സ് അറ്റ് ഇറ്റ് വിത്ത് ഹിസ് സ്റ്റിക്ക്. അപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് കയ്യിൽ, ഏത് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ നെറേറ്ററിനെ പിന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നടക്കാൻ കൊണ്ടുപോകണം കേട്ടോ. ഞായറാഴ്ച ദിവസം എന്ന് കരുതിക്കോളൂ. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനും കൂടെ ഉണ്ട്, ഇവർക്ക് ഏതോ ഒരു ആതിഥേയനുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വായിക്കണം. അപ്പോൾ ഒരു UXMINSTER, ഇതിൻ്റെ കറക്റ്റ് ഉച്ചാരണം എന്താണെന്ന് എനിക്ക് ബോധ്യമല്ല, പക്ഷേ ഞാനിത് ഉക്സ് മിൻസ്റ്റർ അല്ലെങ്കിൽ യുക്സ് മിൻസ്റ്റർ എന്ന് വായിക്കുകയാണ്, ഇതിൻ്റെ കറക്റ്റ് ഉച്ചാരണം അറിയില്ല. അപ്പോൾ 11 മൈൽസ്, യുക്സ് മിൻസ്റ്ററിലേക്ക് 11 മൈൽസ് ദൂരമുണ്ട് എന്ന് വെറുതെ വായിക്കും. അതൊന്നൊരു വെറുതെ അനാവശ്യമായൊരു കാര്യം അല്ലേ. വി ടേൺ എ ഷാർപ്പ് കോർണർ. നല്ലൊരു കോർണർ എന്താണ്, ഞങ്ങൾ ടേൺ ചെയ്തു. അറ്റ് ദ ഫുട്ട് ഓഫ് എ ഹിൽ, ഒരു ഹില്ല്, ഒരു പിന്നെ മലയുടെ താഴെയുള്ള ഒരു കോർണർ, അതിലൂടെ ഞങ്ങളിങ്ങനെ പോയി. ഇനിയോ ഹി പോയിൻറ്റ്സ് അറ്റ് ദ വോൾ. അപ്പോൾ അവിടെ ഒരു വോളിൽ എഴുതിയിട്ടുണ്ട് ആൻഡ് സേസ് ഡ്രൈവ് സ്ലോലി. അപ്പോൾ എന്താണ്, വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ലോലി ഡ്രൈവ് ചെയ്യുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതും അയാൾ വായിക്കും. ഐ സീ ഫാർ എ ഹെഡ്. അപ്പോൾ ഞാൻ മുന്നോട്ട് കാണും. ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഹെഡ്ജ് ബോർഡറിങ് ദ ഹൈ റോഡ് എ സ്മോൾ നോട്ടീസ് ബോർഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ അപ്പുറത്ത് എന്താണ്, വീണ്ടും ഞാൻ നോട്ടീസ് ബോർഡ് കാണും.
ഹൈ റോഡിനെ ബോർഡർ ചെയ്യുന്ന ചെറിയൊരു ഹെഡ്ജ് ഉണ്ട്, അവിടെയുള്ള ഒരു നോട്ടീസ് ബോർഡ്. അപ്പോൾ ഇനിയോ ഹി സീസ് ഇറ്റ് ടു, ഹി കീപ്സ് ഹിസ് ഐ ഓൺ ഇറ്റ് ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ട്രസ്പാസേഴ്സ് ഹി സെസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അപ്പോൾ ട്രസ്പാസേഴ്സ് അതിക്രമിച്ച് കിടന്നവരെന്താണ്, വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ബോർഡുണ്ട്, അതും അദ്ദേഹം വായിക്കും. പൂവർ മാൻ മെൻ്റലി എറക്ക്. മെൻ്റലി റെക്ക് എന്ന് പറയുന്നത് വിഡ്ഢി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ മെൻ്റലി റെക്ക് ആണ് ആ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഇയാളെ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയ ആൾ എന്നാണ് മാക്സ് ബീർബോഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻസ്ക്രിപ്ഷനാണ്, ഇത് ഓരോന്ന് ഇങ്ങനെ വായിക്കുകയാണ് അയാൾ, അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ അവിടെ സംഭവിക്കുന്നില്ല എന്ന് മാക്സ് ബീർബോഹം പറയുന്നു. ഇനി ലെഞ്ചൻ എന്ന് പറഞ്ഞാൽ ലെഞ്ചൻ ആണ് ഫോർമൽ വേർഡ്, ലെഞ്ച് എന്നുള്ളതിൻ്റെ ഫോർമലായിട്ടുള്ള വേർഡാണ് ലെഞ്ചൻ. ലെഞ്ചൻ അറ്റ് ദ എസ്, ഇവിടെ എ മിസ്റ്റർ എ അയാളുടെ വീട് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. ഓക്കെ, മിസ്റ്റർ എസ് ഹൗവർ സാൽവ്സ് ഹിം, സാൽവ്സ് എന്ന വേർഡിന് അർത്ഥം കാംസ് എന്നാണ്, കാംസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. ഇവിടെ ഫ്ലോട്ട് ഹിം ഇൻ ഫുൾ സെയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഷിപ്പിനാ പറയില്ലേ, ഫുൾ സെയിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോവാം. അപ്പോൾ ഇയാളിനി വേഗത്തിൽ എന്താണ് നല്ല ആക്റ്റീവായിട്ട് പോവുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. എന്നിട്ടോ ബിഹോൾഡ് ഹിം വൺസ് മോർ ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ സംബഡി ഹൂ ഈസ് എനർജറ്റിക് ആൻഡ് ഫണ്ണി ഡ്യൂറിങ് സോഷ്യൽ ഒക്കേഷൻസ്, അതായത് വളരെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം ലഞ്ച് കഴിച്ചതിന് ശേഷം ഈ നന്നായിട്ട് സംസാരിക്കുന്ന നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളിപ്പോൾ ഫുള്ള് ആക്റ്റീവായിട്ടുണ്ട്. ഷുവർലി ഹി വിൽ നെവർ ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ് ഗോ ഔട്ട് ഫോർ അനദർ വാക്ക്. അപ്പോൾ നെറേറ്റർ പറയാം, രാവിലെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നു, ഞാൻ വളരെ ഡള്ളായിട്ടുള്ള ആളാണല്ലോ, ഞാൻ അധികം അയാളോട് സംസാരിച്ചൊന്നുമില്ല, പിന്നെ അയാൾക്ക് തോന്നിക്കാണും ഞാൻ അത്ര നല്ലൊരു വ്യക്തിയല്ല, കൊണ്ടുപോകാൻ നടക്കാൻ പറ്റുന്ന ആളല്ല എന്നുള്ളത്. അപ്പോൾ അതോടുകൂടി ഇനിയിപ്പോൾ അയാൾ നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നെറേറ്റർ പറയുന്നു. an hour later, ഒരു മണിക്കൂറിന് ശേഷം ഐ സീ ഹിം സ്ട്രൈഡിങ് ഫോർത്ത്, വലിയ കാലടികൾ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, സ്ട്രൈഡിങ് ഫോർത്ത് എന്നാണ്, വലിയ കാലടികൾ വെച്ച് നടക്കുന്നത് ഞാൻ വീണ്ടും കാണുകയാണ് അയാൾക്ക് നടക്കുന്നത്. വിത്ത് എ ന്യൂ കമ്പാനിയൻ, ഇപ്പോൾ എന്നെ കൂട്ടിയിട്ടില്ല, പകരം പുതിയൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു കമ്പാനിയൻ. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്. അപ്പോൾ ഇങ്ങനെ നടന്നകലുന്നത് ഞാൻ കണ്ടു. ഐ നോ വാട്ട് ഹീ സേ, എനിക്കറിയാം അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന്. ഹീ സേ ദാറ്റ് ഐ എം റാദർ എ ഡൾ മാൻ ടു ഗോ ഫോർ എ വാക്ക് വിത്ത്. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാവിലെ പോയ സമയത്ത് നെറേറ്ററോട് പറഞ്ഞത് ഈ ഹോസ്റ്റിനെ കുറിച്ചും പിന്നെ അയാളുടെ ഭാര്യയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നെറേറ്റർ ഊഹിച്ചു മാക്സ് ബീർബോഹമിനെ അറിയാം, ഇന്നിപ്പോൾ പുതിയൊരു കമ്പനി കിട്ടിയില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെക്കുറിച്ചായിരിക്കും പറയാം. അപ്പോൾ എന്തായിരിക്കും അയാൾ പറയാം, ഞാനൊരു ഡള്ളായ മനുഷ്യൻ എന്നുള്ള. ഹീ സെയിങ് ദാറ്റ് ഐ എം റാദർ എ ഡൾ മാൻ ടു ഗോ ഫോർ എ വാക്ക് വിത്ത്, നടക്കാൻ പോകാൻ പറ്റാത്തൊരു അത്രയും ഡള്ളായ ബോറിംഗ് അയാളാണ് ഞാനെന്ന് പറയുന്നുണ്ടാവാം. ഹി വിൽ പ്രസൻ്റ്ലി ആഡ് ദാറ്റ് ഐ ആം വൺ ഓഫ് ദ ഡള്ളസ്റ്റ് മെൻ ഹി എവർ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത്. അയാൾ നടന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഡള്ളസ്റ്റ് പേഴ്സണേക്കാരൻ ഞാൻ എന്നായിരിക്കും പിന്നെ പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ ഹി വിൽ ഡിവോട്ട് ഹിംസെൽഫ് ടു റീഡിങ് ഔട്ട് ദ ഇൻസ്ക്രിപ്ഷൻസ്. ഇനി ബോർഡുകളും എല്ലാ എഴുത്തുകളും അവിടെ ഉള്ളതൊക്കെ ഓരോന്ന് ഇൻസ്ക്രിപ്ഷനൊക്കെ വായിക്കും. അതാണ്ടാവുക, എനിക്കറിഞ്ഞൂടെ. നെറേറ്റർ പറയാം, ഹൗ കംസ് ഇറ്റ്, ഇതെങ്ങനെ സംഭവിക്കുന്നു. ദിസ് ഇമ്മീഡിയറ്റ് ഡിറ്റീരിയോറേഷൻ ഇൻ ദോസ് ഹു ഗോ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു കാര്യം താഴേക്ക് പോവുക, മോശമാവുക എന്നുള്ള അർത്ഥമാണ് ഡിറ്റീരിയോറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി ഇൻ്റലക്റ്റ് ഇങ്ങനെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ നടക്കാൻ വേണ്ടി നടക്കുന്നവർ, ആരെ പോലെ ആ വാക്ക് മോങ്കർ ഉണ്ടല്ലോ, അയാളെപ്പോലെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജസ്റ്റ് വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്കൽറ്റീസ് ഈസ് എ മാൻ ഏർജ്ഡ് ടു ദിസ് എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് നടത്താണ്, വാക്കിംഗ് ആണ്. അതായത് ഒരാളുടെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ടല്ല ഒരാൾ നടക്കുന്നത്, മറിച്ച് അയാളുടെ ഇമോഷൻ കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്താണ് യുക്തി വർക്കൗട്ട് ചെയ്യാത്തത്, വർക്ക് ആവാത്തത്, അല്ലെങ്കിൽ ഇയാളുടെ ബ്രെയിൻ വർക്ക് ആവാത്തതിന് കാരണം എന്താണ്? ഇയാൾ യുക്തി പറഞ്ഞത് കൊണ്ടല്ല ഒരു വ്യക്തി നടക്കാൻ പോകുന്നത്. ഹീസ് ഏർജ്ഡ് എവിഡൻ്റ്ലി ബൈ സംതിങ് ഇൻ ഹിം ദാറ്റ് ട്രാൻസെൻസ് റീസൺ യുക്തിക്ക് അപ്പുറത്തേക്ക് ട്രാൻസെൻഡ് ചെയ്യുന്ന, അതിനപ്പുറത്തേക്ക് പോകുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ഏർജ് കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ബൈ ഹിസ് സോൾ, എന്താണത്? ആത്മാവ്. കണ്ടോ, അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് നടക്കുകയാണ്, അതല്ലാതെ പിന്നെ ബ്രെയിൻ്റെ പ്രേരണ കൊണ്ടല്ല. ഐ പ്രസ്യൂം, ഐ സപ്പോസ്, ഐ തിങ്ക്. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ ദാറ്റ് റാപ്സ് ഔട്ട് ദ ക്വിക്ക് മാർച്ച്. അപ്പോൾ റാപ്പ് ഔട്ട് വേണം പെട്ടെന്ന് പറയാമെന്ന് കേട്ടോ, സേ സംതിങ് ക്വിക്ക്ലി എന്നുള്ളതാണ്. അപ്പോൾ
സോൾ എന്താണ്? റാപ്പോട് ഉറക്കെ പറയും ബോഡിയോട്. അതിനെ കുറച്ച് തമാശ രീതിയിലാണ് ഇവൻ അങ്ങോട്ട് പറയുന്നത്. അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് അല്ല പറയുന്നത്, മറിച്ച് സോള് ആത്മാവ് നമ്മളോട് പറയാണ് എന്താണ്? ക്വിക്ക് മാർച്ച്, വേഗം നടക്കുന്നു പറയും ടു ദ ബോഡിയോട്. ആ സമയത്ത് ഹോൾട്ട്, നിർത്തൂ, സ്റ്റാൻഡറ്റീസ് അവിടെ നിൽക്കൂ എന്ന് പറയാണ്. ഇൻ്റർപോസസ് ദ ബ്രെയിന് ഇടപെടുകയാണ്. ഇൻ്റർപോസസ്, അപ്പോൾ ഇൻ്റർവ്യൂ എന്നാണ് അതിനർത്ഥം, ഇടപെടുകയാണ്. അപ്പോൾ ബ്രെയിൻ അവിടെ ഇടപെടും. അപ്പോൾ സോള് ആത്മാവ് നമ്മളോട് നടക്കാൻ പറയുമ്പം ബ്രെയിൻ എന്താ പറയുന്നത്? നടക്കണ്ട, സ്റ്റോപ്പ് എന്ന് പറയും. ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ, എന്ത് കാര്യത്തിനാണ് പോകുന്നത്? വെറുതെ നടക്കാൻ വേണ്ടിയാണോ, അതോ വെറുതെ എന്തെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടോ എന്ന് ബ്രെയിൻ നമ്മളോട് ചോദിക്കും. ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്? ഇറ്റ് സ്വാവ്ലി എന്ന് പറഞ്ഞാൽ പ്ലെസൻറ്റ് ആൻഡ് ചാമിങ്, ഓഫൺ ഇൻ എ വേ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫോൾസ്. ഇറ്റ് സ്വാവ്ലി ആസ് ദ സോൾ. അപ്പോൾ സ്വാവ്ലി എന്താണ്? ആ സോളിനോട് ചോദിക്കും. അതായത് പ്ലസൻ്റ് എന്ന് തോന്നും പുറമേക്ക്, പക്ഷേ യഥാർത്ഥത്തിൽ അത്ര പ്ലസൻ്റ് അല്ല, ആ രീതിയിൽ. അപ്പോൾ ബ്രെയിന് ചോദിക്കുകയാണ് സോളിനോട്. ഇറ്റ് സ്വാവ്ലി ആസ് ദ സോൾ ആൻഡ് ഓൺ വാട്ട് എറൻഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ട്രിപ്പ് ആർ യു സെൻഡിങ് ദ ബോഡി. അപ്പോൾ ബ്രെയിന് സോളിനോട് ചോദിക്കും, നീ ബോഡിയെ എങ്ങോട്ടാണ് യാത്രയാക്കുന്നത്, നടക്കുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിക്കും. ഓൺ നോ എറൻഡ് വാട്ട്സോ എവർ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു ഷോർട്ട് ട്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു നടത്തം, അതിനാണെന്ന് ആ സമയത്ത് സോൾ പറയും. ദ സോൾ മേക്സ് ആൻസർ, സോൾ പറയും. ആൻഡ് ടു നോ ഡെസ്റ്റിനേഷൻ അറ്റ് ഓൾ, ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യസ്ഥാനം ഇല്ല, ഒരു സ്ഥലം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പോവല്ല, ഇതിൽ പർപ്പസും ഇല്ല എന്ന് സോൾ പറയും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു ടു ബി ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സം സട്ടിൽ അൾട്ടീരിയർ മോട്ടീവ്. അപ്പോൾ എന്താണ്? ഒരു അൾട്ടീരിയർ മോട്ടീവ് അവിടെ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവിടെ അൾട്ടീരിയർ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എ സീക്രട്ട് പേർപ്പസ് ഓർ റീസൺ ഡൂയിങ് സംതിങ്, അതാണ് അൾട്ടീരിയർ മോട്ടീവ്. ഒരു റീസൺ ഉണ്ടാവുക കാര്യത്തിന്. ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ് ദ മിയർ ഫാക്ട് ഓഫ് ഇറ്റ്സ് ഡൂയിങ് സോ ഇസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് നൊബിലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു നൊബിലിറ്റിയായി ചില ആൾക്കാർ കാണുമെന്ന് പറഞ്ഞില്ലേ. നടത്തം എന്ന് പറഞ്ഞാൽ അതെന്തൊരു നോബിളായ പ്രവൃത്തിയാണ്, ആ രീതിയിൽ കാണുകയാണ്. അപ്പോൾ ആ രീതിയിലാണ്, അല്ലാതെ ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെന്നോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അതൊരു നൊബിലിറ്റി എന്നുള്ള രീതിയിൽ എന്താണ് പോവുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നൊബിലിറ്റി മാത്രമല്ല, പ്രൊബിറ്റി എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി ആണ്. ആൻഡ് റഗിഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്, ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആവുന്ന അവസ്ഥ, ഗ്രാൻഡർ ഓഫ് ക്യാരക്ടർ. അപ്പോൾ ഇതൊക്കെ സോള് പറയുന്നതാണ്. വെറുതെ അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനൊന്നുമില്ല. ഞാൻ അപ്പോൾ ബോഡിനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ അതൊരു നോബിളായ കാര്യമാണ്. പിന്നെ അത് പ്രൊബിറ്റിയാണ്, ഓണസ്റ്റിയാണ്, പിന്നെ ഗ്രാൻഡർ ഓഫ് ക്യാരക്ടറാണ്, അതുകൊണ്ടാന്ന് മാത്രം. ആ സമയത്ത് പിന്നെ നമ്മുടെ ബ്രെയിന് പറയും വെരി വെൽ വാഗ്യുല എന്ന് പറഞ്ഞാൽ ഇവിടെ സോളിനെ പേഴ്സോണിഫൈ ചെയ്യപ്പെടുകയാണ്, സോളിനെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, വാണ്ടറർ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. വാണ്ടറർ നമ്മൾ വിളിക്കുന്നത് സോളിനെയാണ്. സോളിനിങ്ങനെ അലഞ്ഞിരിക്കാനാണ് ആഗ്രഹം, അതുകൊണ്ട് വാഗ്യുല എന്ന് സോളിനെ വിളിക്കുകയാണ് ബ്രെയിന്. വാഗ്യുല, ഹാവ് യുവർ ഓൺ വേയുല എന്ന് പറയുമ്പം ഈ വാഗ്യുല എന്നുള്ളതിന് ഒരു റൈമിങ് കൊണ്ടുവരികയാണ്. വാഗ്യുല റൈമിങ് വരുന്നില്ലേ, അതിന് വേണ്ടി പറയാം. ഹാവ് യുവർ ഓൺ വേ, നീ നിൻ്റെ വഴി പോയിക്കോ. ഓക്കെ, ഞാനില്ല, അതായത് ഈ നടത്തത്തിൽ എൻ്റെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവില്ല എന്ന് ബ്രെയിന് പറയുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് തമാശ ഇതിൽ പറയുകയാണ്. ഇതിപ്പോൾ ഓതറിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്ന സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യാത്തത്, അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. ബ്രെയിന് ആദ്യം ചോദിക്കുന്നു സോളിനോട്, എങ്ങോട്ടാണ് നീ ബോഡിയെ കൊണ്ടുപോകുന്നത്? അപ്പോൾ പ്രത്യേകിച്ച് ഒരു പർപ്പസൊന്നുമില്ല, അങ്ങോട്ട് പോവാണ്, അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ, ഞാനില്ല എന്ന് ബ്രെയിൻ പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. വെരി വെൽ വാഗ്യുല, ഹാവ് യുവർ ഓൺ വേയുല, നിൻ്റെ വഴി എടുത്തോളൂ. ബട്ട് സെസ് ദ ബ്രെയിൻ ഫ്ലാറ്റ്ലി കംപ്ലീറ്റ്ലി റിഫ്യൂസ്, എതിർക്കുന്നു, ടു ബി മിക്സ്ഡ് അപ്പ് ഇൻ ദീസ് ടോംഫൂളറി മീൻസ് ഫൂളിഷ് സില്ലി ബിഹേവിയർ. ഇതൊരു ടോംഫൂളറിയാണ്, സില്ലി ഫൂളിഷ് ബിഹേവിയറാണ്, ഇതിൽ ഞാനില്ല. അപ്പോൾ നീ പൊയ്ക്കോ എന്നാ പറഞ്ഞത്. ഐ ഷാൽ ഗോ ടു സ്ലീപ് ടിൽ ഇറ്റ് ഈസ് ഓവർ, നടത്തം കഴിയുന്നവരെ ഞാൻ കിടന്നുറങ്ങാൻ പോവുക. ദ ബ്രെയിൻ ദെൻ റാപ്സ് ഇറ്റ് സെൽഫ് അപ്പ് ഇൻ ഇറ്റ്സ് ഓൺ കൺവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മടക്കുകൾ. ബ്രെയിൻ അതിൻ്റെ മടക്കുകൾ പോയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. ആൻഡ് ഫോൾസ് ഇൻ ടു എ ഡ്രീംലെസ് സ്ലംബർ. അപ്പോൾ ഡ്രീമില്ലാത്തൊരു സ്ലംബർ എന്ന് പറഞ്ഞാൽ ചെറിയ മയക്കത്തിലേക്ക് ബ്രെയിന് വഴുതി വീഴുന്നു. ഫ്രം വിച്ച് നത്തിങ് ക്യാൻ റൗസ് ഇറ്റ് ടിൽ ദ ബോഡി ഹാസ് ബീൻ സേഫ്ലി ഡിപ്പോസിറ്റഡ് ഇൻഡോർസ് അഗെയിൻ. അപ്പോൾ തിരികെ നടത്തം കഴിഞ്ഞ് ഇൻഡോർ അകത്തേക്ക് ബോഡി വരുമ്പോൾ മാത്രമേ ബ്രെയിൻ ഉണരുന്നുള്ളൂ, അതുവരെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ടൊക്കെയാണ് ബ്രെയിന് വർക്ക് ചെയ്യാത്തത്. ഈവൻ ഇഫ് യു ഗോ ടു സം ഡെഫിനിറ്റ് പ്ലേസ്
for some definite purpose. The brain would rather you took a vehicle. ഒരു ഡെഫിനറ്റ് പർപ്പസിന് ഡെഫിനറ്റ് പ്ലേസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നടത്തത്തിനേക്കാളേറെ വല്ല വാഹനം എടുക്കാനാണ് ബ്രെയിൻ നിങ്ങളോട് പറയുള്ളൂ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിന്റ് ഓഫ് ദിസ്. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. നിങ്ങൾ നടന്നിട്ടില്ലെങ്കിലോ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ഇറ്റ് വോണ്ട് വൈൽ യുവർ ലെഗ്സ് ആർ വൈയിങ്. വൈയിങ് എന്ന് പറഞ്ഞാൽ കോമ്പീറ്റിംഗ്, മത്സരിക്കുക, വൈയിങ് വിത്ത് ഈച്ച് അതർ. ഇവിടെ വൈയിങ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ലെഗ്സ് ആർ വൈയിങ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ നടക്കണം, നടത്തത്തിന് തമാശ രീതിയിൽ ഫണ്ടിൽ പറയാണ്. നടക്കുമ്പോൾ വേഗത്തിൽ നടക്കൂലേ, അതൊരു മത്സരം പോലെ ഓരോ കാലം അങ്ങോട്ട് മത്സരിക്കാനാണ് ഉദ്ദേശിച്ചത്. ലെഗ്സ് ആർ വൈയിങ് വിത്ത് ഈച്ച് അതർ. ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു നോർ ഈവൻ എനി ക്ലോസ് തിങ്കിങ്. ക്ലോസ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ തിങ്കിങ്. അതായത് ബ്രെയിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ചെയ്തു തരും. നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ, നടക്കുകയാണെങ്കിൽ ഡീപ്പ് തിങ്കിങ്ങും ചെയ്യുന്നില്ല, ഈവൻ സൂപ്പർഫിഷ്യൽ മുകളിലൂടെയുള്ള ചെറിയ തിങ്കിങ് പോലും ബ്രെയിൻ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മോൾ ഓഡ് ജോബ്സ് ഫോർ യു വില്ലിംഗ്ലി പ്രൊവൈഡഡ് ദാറ്റ് യുവർ ലെഗ്സ് also are making themselves useful, not merely banding you about to gratify the pride of the soul. അപ്പോൾ നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ ഒരു സ്ഥലത്ത്, അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും ബ്രെയിൻ വർക്ക് ചെയ്തേക്കാം. അതല്ലാതെ വെറുതെ സോളിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നടക്കുകയാണെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്നാണ് അർത്ഥം കേട്ടോ. ബാൻഡിങ് എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ബാൻഡിങ് എന്ന് പറഞ്ഞാൽ പാസ് ഓൺ ഓർ ഡിസ്കസ് എൻ ഐഡിയ ഓർ റൂമർ വിത്തൗട്ട് കെയർഫുൾ കൺസിഡറേഷൻ. അതാണ് ബാൻഡിങ് എന്ന് പറഞ്ഞാൽ. ഗ്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോൾ വെറുതെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നടക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. സച്ച് ആസ് ഇറ്റ് ഈസ് ദിസ് എസ്സേ വാസ് കമ്പോസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് എ വാക്ക് ദിസ് മോർണിംഗ്. അപ്പോൾ ഈ എസ്സേ ഉണ്ടാക്കുന്നതിന് കാരണം എന്താ? ഇന്നത്തെ രാവിലത്തെ വാക്കിംഗ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ആ സമയത്താണ്. കാരണം നടക്കുന്ന സമയം ഒരു പർപ്പസ്ഫുള്ളൊക്കെ ആണെങ്കിൽ എന്താണ്, ബ്രെയിന് ചെറിയ രീതിയിലെങ്കിലും അത് ഫങ്ഷൻ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. I am not one of those extremists who must have a vehicle to every destination. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് വാദിക്കുക എന്നാണ്. അതായത് ഏത് ചെറിയ കാര്യത്തിനും വാഹനം വേണമെന്ന് വാദിക്കുന്ന, തീവ്രമായിട്ട് വാദിക്കുന്ന തീവ്രവാദി തന്നെയാണ് ഇതിൻ്റെ മലയാളാർത്ഥം. പക്ഷേ തീവ്രവാദി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഒരു കാര്യത്തിനെക്കുറിച്ച് തീവ്രമായിട്ട് വാദിക്കുക, അതാണ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ ഞാൻ തീവ്രമായി വാദിക്കുന്ന ഒരാളല്ല, ഏത് ഡെസ്റ്റിനേഷനിലും വാഹനം വേണമെന്ന് പറയുന്ന ഒരാളല്ല. ഐ നെവർ ഗോ ഔട്ട് ഓഫ് മൈ വേ ആസ് ഇറ്റ് വേ. ആസ് ഇറ്റ് വേ എന്ന് പറഞ്ഞാൽ സോ ടു സ്പീക്ക് എന്നാണ് അർത്ഥം. ടു അവോയ്ഡ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഞാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. അത് വരുമ്പോൾ അത് എക്സസൈസ് ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ പോകും എന്നല്ലാതെ വെറുതെ ആയിട്ട് ഞാൻ നടക്കാൻ പോകാറില്ല. ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ഗുഡ് പാർട്ട്. അതിൻ്റെ നല്ല വശം ഞാൻ എടുക്കുകയും ചെയ്യുന്നു. ദോസ് വാലറ്റ്യൂഡിനേറിയൻസ്. വാലറ്റ്യൂഡിനേറിയൻസ് പറഞ്ഞാൽ അത് പ്ലൂറിലാണ്, സിംഗുലർ ഇതാണ്. എ പേഴ്സൺ ഹു ഈസ് അൺഡ്യൂലി ആങ്ഷ്യസ് അബൌട്ട് ദെയർ ഹെൽത്ത്. ഒരാൾ തൻ്റെ ഹെൽത്തിനെ കുറിച്ച് വളരെയധികം ആങ്ഷ്യസ് ആണെങ്കിൽ, അമിതമായിട്ട് ആങ്ഷ്യസ് ആണെങ്കിൽ അയാളെ വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറയാം. ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെന്നാണ് പറയുന്നത്. ദോസ് വാലറ്റ്യൂഡിനേറിയൻസ് ഹു ആർ ഓൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, ചാറ്റർ ചെയ്യുക, വലിയ വായിൽ സംസാരിക്കുക എക്സസൈസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. ആൻഡ് ഇൻഡൽജിങ് ഇൻ ഇറ്റ് ടു എക്സ്പ്രസ് ആർ നോ റീസൺ ഫോർ ഡിസ്പൈസിങ് ഇറ്റ്. ഡിസ്പൈസിങ് എന്ന് വെറുക്കുക. അതായത് ഈ വാക്ക് മോങ്കേഴ്സ് അല്ല കാരണം ഞാനിത് നടത്തത്തിന് വെറുക്കാൻ കാരണം എന്നുള്ളതാണ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുക്കും, നടക്കും, അത്ര തന്നെ. അല്ലാതെ ഇവരിങ്ങനെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഇവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഓവറാക്ക്, അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്നൊരർത്ഥം ഇതിലില്ല. ഐ എം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ്, ഞാൻ പ്രേരിപ്പിക്കപ്പെടുന്നു കേട്ടോ. ഐ എം ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഐ എം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ് ഇൻ മോഡറേഷൻ ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ. മോഡറേഷൻ, അത് മിതമായ അവസ്ഥയിലാണെങ്കിൽ വാക്കിംഗ് നല്ലത് തന്നെയാണ്. ഫിസിക്കലി അത് നല്ലത് തന്നെയാണ്. ബട്ട് പെൻഡിങ് എ ടൈം, പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എ ടൈം വെൻ നോ പീപ്പിൾ വിഷ് മീ ടു ഗോ ആൻഡ് സീ ദെം ആൻഡ് ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ ആൻഡ് there is nothing whatever for me to do off my own premises, I never will go out for a walk.
ഇനി ഞാൻ നടക്കാൻ പോകും, ഏത്തരം ഘട്ടങ്ങളിലൊക്കെ പോകുക എന്നാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പോകും. അപ്പോൾ ഒരു വ്യക്തി കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്ന് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ എന്താവും, എനിക്കൊരാളെ കാണാൻ ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോകും. അതേപോലെ തന്നെ ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ. ആ സമയത്ത് എനിക്ക് ഒരാളെ കാണാൻ ആഗ്രഹമില്ല എങ്കിൽ ഞാൻ പുറത്ത് പോകുകയുമില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിമൈസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് മാറി ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പോകും. ഓക്കെ, മറിച്ച് ഇപ്രകാരം ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്. ഞാൻ നടക്കാൻ പോവില്ല. അതായത് എനിക്കൊരു വ്യക്തിനെ കാണാനുമില്ല, ഒരു വ്യക്തിക്ക് എന്നോട് കാണണമെന്നില്ല, എനിക്ക് എൻ്റെ പ്രിമൈസ്, ഞാൻ നിൽക്കുന്ന വീടും ചുറ്റുഭാഗവും വിട്ടിട്ട് പോകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഞാൻ നടക്കില്ല. പക്ഷെ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോകും. അതായത് വെറുതെ നടക്കാനായിട്ട് നടക്കില്ല, അതൊരു പർപ്പസ് ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ. പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡായ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എസ്സേയിൽ പറയുന്ന കാര്യമൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ലെസനും ഈ ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലെസണുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.